Hey guys, today I'm going to show you a day in my life. ഇന്ന് മിറാജ് നോമ്പാണ്, മാത്രമല്ല ഇന്ന് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ് എല്ലാം കൂടി ദിവസമാണ് കേട്ടോ. അപ്പം കുറച്ചും കൂടി നേരത്തെ, നല്ല നേരത്തെ അല്ല എന്നാലും കുറച്ചും കൂടി നേരത്തെ എണീച്ച് ബെഡൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ലൈസൻസ് ടെസ്റ്റ് പാസ്സായതിൻ്റെ ശേഷമാണ് കേട്ടോ. കാരണം ഞാൻ ടെസ്റ്റ് പാസ്സായിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം ടെസ്റ്റ് പാസ്സാകാതെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ പാസ്സായിട്ടോ. എനിക്ക് ലൈസൻസ് 2 ദിവസം കൊണ്ട് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ പിന്നെ അടിയിലേക്ക് വന്നിട്ട് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് പോവാനുള്ളത്. പിന്നെ മുറ്റത്തെ പത്രമൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ ബസ് കയറാൻ പോയി. ഞാൻ ബസ്സിൽ കഴിഞ്ഞിട്ട് പക്ഷേ ഓല് നിർത്താതെ പോയി, ആകെ രസമായിട്ട്. അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷയിലാണ് പോയത്. പക്ഷേ ഓട്ടോറിക്ഷ പോയതുകൊണ്ട് എനിക്ക് നല്ലൊരു ക്ലിപ്പ് കിട്ടി കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഓട്ടോറിക്ഷ. അങ്ങനെ പിന്നെ ഞാൻ എച്ചിടാൻ വേണ്ടി ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോയത്. എച്ചൊക്കെ ഇട്ട് ഞാൻ പോവാൻ നിൽക്കുമ്പോഴാണ് ഇന്ത്യയിൽ ക്യാഷ് ഇല്ല കേട്ടോ. പോവാൻ ക്യാഷ് ഉണ്ട്, പക്ഷെ എനിക്ക് പോകാനുള്ള അത്ര ക്യാഷ് ഇല്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് വരുത്തി ക്യാഷ് വാങ്ങിയിട്ട് അതിന് പോയിന്. എച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾക്ക് പോയിട്ട് എനിക്ക് റോഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പോകാൻ, ക്ലാസ്സിന് വേണ്ടിയിട്ട് പോകാൻ. നല്ല വെയിലാണ് കേട്ടോ. നല്ല ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. നല്ല വെയിൽ കൊണ്ടിട്ട് അത്യാവശ്യം ക്ലാസ്സിന് പോകുമ്പോൾ നല്ല വെയിലുള്ളൂ കേട്ടോ. കാരണം ഉച്ച ടൈമിലാണ് ചിലപ്പോൾ ഞാൻ ഒഴിവുള്ള ടൈമിൽ പോകല്. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം പോകും. വൈകുന്നേരം ആണെങ്കിൽ നല്ല വെയിലേക്കാരം. അതിന് പിന്നെ കുറേ നേരം കാറിലിരിക്കും കേട്ടോ. കുറേ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ കഴിയുള്ളൂ. അങ്ങനെ കഥ കഴിഞ്ഞ് ആകപ്പാട് ക്ഷീണിച്ച ഒരു കഥ ആവും കേട്ടോ. പിന്നെ ഒന്ന് നോമ്പും കൂടി ഉള്ളതാ, അതിലേറെ ക്ഷീണമുണ്ട്. പിന്നെ എനിക്ക് ടെസ്റ്റിലുള്ള നേരത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് പാസ്സാവില്ലേ ഒന്നും ഒരു ഉറപ്പില്ലല്ലോ. പിന്നെ ഞാൻ എടുത്തില്ല. എപ്പോഴും ക്ലാസ്സിന് പോവുക, രാവിലെ എന്തെങ്കിലും തിന്നിട്ട് പിന്നെ ഉച്ച ചിലപ്പോൾ നല്ല നേരമൊക്കെ വയ്ക്കും, 3 മണിയൊക്കെ ആവും. അതുവരെ ഒന്നും കഴിക്കൂല കേട്ടോ. പിന്നെ വീട്ടിലെത്തിയിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കുള്ളൂ. വീട്ടിലൊക്കെ എത്തി വാച്ചൊക്കെ ഊരിച്ച്. പിന്നെ ഇതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് വാച്ചാണ് കേട്ടോ. ഞാൻ അവിടെ പോയാലും ഇതിൻ്റെ കൈമണ്ട എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഇതിൻ്റെ ഉമ്മാൻ്റെ വാച്ചിന് പിന്നെ അമ്മ എനിക്ക് തന്നതാണ് കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വേഗം കടന്നു. കാരണം അത്രയ്ക്കും ക്ഷീണിച്ചിന്. നോമ്പുണ്ട്, പിന്നെ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ക്ഷീണവും ആ വെയിൽ ഫുള്ള് കൊണ്ടതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. വേഗം കടന്നുറങ്ങിയൊക്കെ ചെയ്തേ. പിന്നെ ഉറങ്ങി നീച്ചപോത്തിന് നിസ്കരിക്കാനായിട്ട് അസർ ബാങ്ക് കൊടുത്ത് അസർ നിസ്കരിക്കാനായി. എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒന്ന് നിസ്കരിച്ച് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കര ഒരു ആശ്വാസമാണ് നിസ്കരിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ അടുക്കളയിൽ വന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊടുന്നീന് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തൊക്കെയാണ്. ഓറഞ്ചും പിന്നെ മുന്തിരിയും കേട്ടോ, പച്ചമുന്തിരി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തൊക്കെ കേട്ടോ. ഒന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ ഉമ്മച്ചിക്ക് വയ്യേനി. അപ്പോൾ പിന്നെ നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടോ. പിന്നെ എനിക്കും എൻ്റെ അനിയനിക്കുള്ളത് ഞങ്ങളിങ്ങനെ ഒരു പ്ലേറ്റിലാക്കി വെച്ചതാണ്. കാരൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്തിരിയാണ് കേട്ടോ എടുത്തിന്. പിന്നെ ഞങ്ങൾ മന്തിയൊക്കെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മന്തിയൊക്കെ തിന്നിട്ടോ. നോമ്പ് പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ റൂമിലെത്തി കർട്ടനൊക്കെ റെഡിയാക്കിയിട്ടോ. രാവിലെ ആക്കിയതിന് പിന്നെ നിസ്കരിച്ച് ഖുറാനൊക്കെ ഓതി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ട് കേട്ടോ എൻ്റെ അനിയൻ വരുന്ന നമുക്ക് SOS കളിക്കാറുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞ് നോക്കിയപ്പം ഒരു പേജ് ഫുള്ള് ഇതിപ്പോൾ ഒന്നും തീരൂല കേട്ടോ. അതിന് മാത്രം കളിയുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനും എനിക്ക് 2 ചെറിയ അനിയന്മാരാണ്. അതിൽ രണ്ടാമത്തെ ചെറിയ അനിയൻ്റെ എപ്പോഴാണ് ഞാൻ അധികം കളിക്കൽ കേട്ടോ. ഓനെ കളിക്കാൻ കിട്ടുള്ളൂ. ഓനക്ക് പിന്നെ ഞാൻ വേണം കളിക്കണമെങ്കിൽ. പിന്നെ ഒരു ചോക്കോവിച്ചും തന്ന്. പിന്നെ ബുക്ക് വായിക്കാമായിരുന്നു കേട്ടോ. ഞാനിത് ഖദീജയാണ്. ഞാൻ വായിച്ച് പകുതി ആയിട്ടുള്ളൂ, ഫുള്ള് എത്തിയിട്ടില്ല. അപ്പോൾ വായിച്ച വരെ കഥ എനിക്ക് ഇഷ്ടമായിട്ടോ. കുറേ നല്ല പോയിൻറ്റ്സ് ഉണ്ട്. ഏകദേശം എല്ലാ പേജിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബുക്ക്. അപ്പോൾ എല്ലാവരും വായിച്ച് നോക്കാം. വായിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ആക്കാം കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി.